മഹാരാജയുടെ 6 ട്രാൻസിസ്റ്റർ മോണോ ആംപ്ലിഫയർ ആണ്. ഇതിനു മുമ്പ് ഒരുപാട് ആൾക്കാർ റിവ്യൂ ചെയ്തിട്ടുള്ളൊരു സാധനം തന്നെയാണിത്. അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ ഇപ്പോഴാണ് കിട്ടിയത്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ റിവ്യൂ ചെയ്യുന്നത്. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ട്രാൻസിസ്റ്റർ 1041ഉം 5198ഉം ആണ്. അപ്പോൾ 52001943 സെയിം ഇക്വലൻറ്റ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ട്രാൻസിസ്റ്ററാണ്. ഇതേ സർക്യൂട്ടിൽ നമുക്ക് വേണമെങ്കിൽ 52001943 നമുക്ക് ഇട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അവ രണ്ടും ടോണിന് വ്യത്യാസം വരും. ഇതിപ്പോൾ നിലവിൽ സബ് വൂഫറിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു ബോർഡായതുകൊണ്ട് തന്നെ ഈ ഒരു ട്രാൻസിസ്റ്ററിന് വോക്കൽ കുറച്ച് കുറവാണ്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ട്രാൻസിസ്റ്ററാണ് ഇത് ഇതിന് മുമ്പേ. അപ്പോൾ നമ്മുടെ ബോർഡിൽ ഇത് എൻ്റെ തന്നെ അപ്പെക്സിൻ്റെ ബോർഡിൽ ഞാൻ ഇതിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. വോക്കൽ ഒരു സൈഡ് ഒരു അല്പം കുറവായിരിക്കും. പക്ഷേ 52001943 ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വോക്കൽ കിട്ടുന്നതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ബേസ് റെസ്പോൺസ് ഈ ഒരു ട്രാൻസിസ്റ്റർ ഒരല്പം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ അവർ ഈ ഒരു ബോർഡിനകത്ത് ഇത് ഇട്ടിട്ടുള്ളത്. സർക്യൂട്ടിൻ്റെ സൈഡിലോട്ട് നോക്കുമ്പോൾ ഇത് കൊള്ളൂല എന്നുള്ളത് ഞാൻ രണ്ടാമതാണ് പറയാൻ പോകുന്നത്. സർക്യൂട്ട് വൈസ് നോക്കുമ്പോൾ ഈ ഒരു സർക്യൂട്ട് റോക്കോള സർക്യൂട്ടാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഞാൻ നോക്കിയപ്പോൾ വീഡിയോ റോക്കോള അത്യാവശ്യം വർക്കിംഗ് ആയിട്ടുള്ള ഒരു ബേസിക് സർക്യൂട്ടാണ് വീഡിയോ റോക്കോള. വർക്കിംഗ് മീൻസ് വലിയ ഫോൾട്ടുകളൊന്നും സംഭവിക്കാതെ വർക്ക് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ്. പിന്നെ ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ കമ്പോണൻസ് വളരെ 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 കുറവായിട്ടുള്ള ഒരു സർക്യൂട്ടാണ് ഇത്. അപ്പോൾ കണ്ടില്ല, ഇത്രയും സെക്ഷൻ, ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഇത്രയും മാത്രമാണ് ഇതിൻ്റെ ഒരു മെയിൻ സർക്യൂട്ടായിട്ട് വരുന്നത്. ബാക്കിയുള്ളത് ട്രാൻസിസ്റ്ററായിട്ട് ബന്ധമുള്ള കാര്യങ്ങളാണ് ഇപ്പുറത്തോട്ട് കിടക്കുന്നത്. അപ്പോൾ നമ്മളിത് നീളം കൂട്ടിയിട്ട് നമുക്ക് എത്ര ട്രാൻസിസ്റ്റർ വേണമെങ്കിലും ഇട്ട് നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത്. ഡ്രൈവർ ബോർഡായിട്ട് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. 3 ഭാഗം ഹിരോഷിയൊക്കെ പോലെ. അപ്പോൾ ഇവരെ സെയിം ബോർഡ് തന്നെ വേറെയും വരുന്നുണ്ട്. 8 ട്രാൻസിസ്റ്ററിൻ്റെ ബോർഡ് വരുന്നുണ്ട്. സർക്യൂട്ട് സെയിം ആണ് ഏകദേശം. പക്ഷേ 16 ട്രാൻസിസ്റ്റർ വരുന്നുണ്ട്. അപ്പം ഈ ട്രാൻസിസ്റ്ററിൻ്റെ എണ്ണം കൂട്ടി ഇട്ടിട്ടാണ് അത് ആ രീതിയിൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സർക്യൂട്ട് വളരെ ബേസിക്കായിട്ട് സർക്യൂട്ടാണ്. അത് കൂടാതെ തന്നെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള കമ്പോണൻസ്, ഈ കാണുന്ന കമ്പോണൻസ് ഒക്കെ തന്നെ ലോക്കലി നമുക്ക് ഏത് കടയിൽ നിന്ന് വേണമെങ്കിലും വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള കമ്പോണൻസാണ്. പിന്നെ ഇതിനകത്ത് ചിലതിൻ്റെയൊക്കെ വാല്യൂ അവർ മാറ്റിയിട്ടുണ്ട്, കണ്ടില്ലേ, മാറ്റിയിട്ടുണ്ട്. അത് മാറ്റി വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ഈസി ആയിട്ട് വീഡിയോ റോക്കോളയുടെ സർക്യൂട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഈ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റർ തന്നെയാണ് ഇതിനകത്ത് വച്ചിട്ടുള്ളത്. ഈ കാണുന്ന 18 37 47 93 തന്നെ ആയിരിക്കണം ഈ ഒരു പെയർ. ഇനി അത് നിങ്ങൾക്കത് ഇട്ടാലും ഈ ഒരു സർക്യൂട്ടിനെ വർക്ക് ആക്കിപ്പിക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കമ്പോണൻസ് തന്നെയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുക. ഏതൊരു ഇലക്ട്രോണിക്സ് ഷോപ്പിൽ പോയാലും നമുക്ക് റീപ്ലേസ് ചെയ്ത് ഇടാൻ പറ്റുന്നത്, അതായത് സർവീസബിൾ ആണ് എന്നാണ്. ഇപ്പോൾ കുമാർ ആഡിയോസിൻ്റെ ബോർഡ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അത് സർവീസ് ചെയ്യാൻ സാധാരണഗതിയിൽ ഒരാളിന് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇത് ഏതൊരു മനുഷ്യനും നമുക്ക് സർവീസ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ബോർഡ് ചെയ്തിട്ടുള്ളത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിൽ പോരായ്മ, ഒരു മോശം പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കാണുന്ന ട്രാൻസിസ്റ്ററിൻ്റെ വാല്യൂസ് അവർ നമ്പർ ചുരണ്ടി കളഞ്ഞു അല്ലെങ്കിൽ സ്ക്രാച്ച് ചെയ്ത് വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് അവർ സർവീസ് തരുന്നുണ്ടായിരിക്കണം, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു സ്ക്രാച്ച് ചെയ്ത് വച്ചിട്ടുള്ളത്. എന്തായാലും അറിയാവുന്ന ആൾക്കാർക്ക് ഇത് ചെയ്തെടുക്കാം, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ കാണുന്ന പോയിന്റിലാണ് ഇതിൻ്റെ പവർ സപ്ലൈ കൊടുക്കാനായിട്ടുള്ളത്, പോസിറ്റീവ് നെഗറ്റീവ് ഗ്രൗണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 50 വോൾട്ടൊക്കെ സുഖമായിട്ട് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും ഈ ഒരു ബോർഡിന്. അത്രയും കൊടുത്താലായിരിക്കും നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു 300 വാട്ട്സ് എടുക്കാൻ പറ്റുന്ന 3 പെയറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റുന്നത് 300 വാട്ട്സ് വരെയാണ്. 1200 വാട്ട്സ് എന്നാണ് ഇതിനകത്ത് അവർ എഴുതിയിട്ടുള്ളത്. അതൊക്കെ വെറുതെയാണ്, അത്രയൊന്നും കിട്ടില്ല, ഒരു ദിവസം മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന ഒരു JBL ഒക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യിപ്പിക്കുന്നത് ധാരാളമാണ്. ഈ ബോർഡ് നല്ല ഗെയിനുള്ള ബോർഡാണ്. പിന്നെ നിങ്ങൾ നല്ല ഗെയിനുള്ള സബിൻ്റെ ഫിൽറ്റർ യൂസ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് ഈ ഭാഗത്താണ്, സപ്ലൈ കൊടുക്കേണ്ടത് ഇവിടെയാണ്. അപ്പോൾ എന്തായാലും അത് നല്ല കാര്യമാണ്. കാര്യം നമുക്ക് വളരെ ഈസി ആയിട്ട് സോൾഡറിങ് ഒന്നും ചെയ്യേണ്ട, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്യാബിനറ്റിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഇവിടെയാണ് ഇൻപുട്ട് നമ്മൾ കൊടുക്കാനായിട്ടുള്ളത്. ഗ്രൗണ്ട് സിഗ്നൽ അത് കൊടുത്തിട്ടുണ്ട്, കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ തിരിഞ്ഞു പോരുത്. തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ
സബ് വൂഫറൊക്കെ കംപ്ലൈൻറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. എന്നൊരു സൗണ്ട് കേൾക്കും, കോയിലൊക്കെ കത്തി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കി തന്നെ കൊടുക്കുക. ഗ്രൗണ്ടും സിഗ്നലും തിരിഞ്ഞ് പോകാതെ ഇരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബോർഡ് ഇപ്പോൾ നമ്മുടെ SM ഇലക്ട്രോണിക്സ് ട്രിവാൻഡ്രം അവരുടെ കയ്യിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമാണെങ്കിൽ അവരുടെ നമ്പർ ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തിട്ടേക്കാം. നിങ്ങൾക്ക് ആ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 2000 രൂപയ്ക്ക് താഴെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിൻ്റെ 8 ട്രാൻസിഷൻ്റെ ബോർഡും വരുന്നുണ്ട്. അതും 2000 രൂപയ്ക്ക് അകത്തുള്ളൊരു പ്രൈസിൽ തന്നെയാണ് അതിൻ്റെ വില വരുന്നത്. നല്ലൊരു ബോർഡ് തന്നെയാണ്. ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ എല്ലാം നമ്മൾ നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ റാമ്പ് പണിയുന്നുണ്ട്, ആ സമയത്ത് കാണിക്കാമെന്നുള്ള ഇതിൻ്റെ 8 ട്രാൻസിസ്റ്റർ വരുന്ന ബോർഡ് വെച്ചിട്ട് ഞാനൊരു ആംപ്ലിഫയർ പണിയുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ കാണിക്കാമെന്നുള്ളതാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ കണ്ടേ മതിയാവുമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്കതെന്തായാലും വീഡിയോയിൽ ഉൾപ്പെടുത്താവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ എനിക്ക് പറയാവുന്ന പ്ലസ് പോയിന്റുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് സർവീസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ ബോർഡ് വരുന്നത്. എല്ലാ കമ്പോണൻസും നമുക്കിവിടെ വാങ്ങാൻ കിട്ടും. ഇത് സ്ക്രാച്ച് ചെയ്ത് വെച്ചിട്ടുള്ളതാണെങ്കിലും NBN BNB നോക്കി നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ട്രാൻസിസ്റ്റേഴ്സ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതങ്ങനെ റീപ്ലേസ് ചെയ്ത് ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞത് ഇതിൻ്റെ വാല്യൂ ഇതായിരിക്കാം എന്നുള്ളത്. പിന്നെ വീഡിയോ റോക്കോള സർക്യൂട്ടിൻ്റെ ചെറിയൊരു വകഭേദം അല്ലെങ്കിൽ അതിനെ ചെറുതായിട്ട് മാറ്റം വരുത്തി അവരിത് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ആണ് എനിക്ക് ഇതിൻ്റെ സർക്യൂട്ട് നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഓക്കെ, SMD കമ്പോണൻസ് ഒന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും സർവീസ് ചെയ്തെടുക്കാനും പറ്റുന്ന രീതിയിൽ. പിന്നെ മോഡികളോ ഒന്നും കുത്തി നിർത്തിയിട്ടില്ല. അങ്ങനെയുള്ള കുറേ പ്ലസ് പോയിന്റുകൾ ഇതിനകത്തുണ്ട്. മൈനസ് പോയിന്റ് എന്ന് പറയുമ്പോൾ വാല്യൂ എല്ലാം മാറ്റിയിട്ടിട്ടുണ്ട് എന്നുള്ളതൊരു മൈനസ് പോയിന്റ് തന്നെയാണ്. അപ്പോൾ ഓക്കെ, അതെന്തായാലും അവരൊരു സപ്പോർട്ട് കൊടുക്കാമായിരുന്നു എന്നുള്ളത് എനിക്ക് ഒരു കുറവായിട്ട്, ഈ ബോർഡിൻ്റെ കുറവായിട്ട് തോന്നും. എന്നാൽ പോലും പ്രൈസിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിലും എല്ലാം കുമാർ ഓഡിയോസിൻ്റെ ബോർഡിനെ കാട്ടി നമുക്ക് പ്ലസ് പോയിന്റുകളായിട്ട് പറയാം. സർവീസബിളാണ്, പ്രൈസ് കുമാർ ഓഡിയോസിനെ കാട്ടി വില കുറവാണ്. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഇതിൽ പറയാനായിട്ടുണ്ട്. നല്ല ഹെവി ആയിട്ടുള്ള ഹീറ്റ് സിങ്ക് കൊടുത്തിട്ടുണ്ട്. എന്തായാലും മസ്റ്റായിട്ട് നിങ്ങളൊരു ഫാൻ യൂസ് ചെയ്യണം. അതെന്തായാലും എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് സബ് വൂഫറിന് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സബ് വൂഫറിനും ചാനലിന് യൂസ് ചെയ്യാം. പക്ഷേ ചാനലിന് യൂസ് ചെയ്യാൻ ഞാൻ ഒരിക്കലും ഈ ഒരു ബോർഡ് റെക്കമെൻഡ് ചെയ്യുന്നില്ല. എന്തായാലും ഇപ്പോൾ നിങ്ങൾ പുറത്തൊക്കെ പാട്ട് ഇടാനാണെങ്കിൽ ഓക്കെ, ഒരു വീട്ടിലൊരു ക്വാളിറ്റി പ്രതീക്ഷിച്ച് നിങ്ങൾക്ക് പാട്ട് കേൾക്കാനാണെങ്കിൽ ഇത് ചാനലിന് ഉപയോഗിക്കാതിരിക്കുക, സബ് വൂഫറിന് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും തന്നെയാണ് ഈ വീഡിയോയുടെ ഈ ബോർഡിൻ്റെ ഒരു കാര്യങ്ങളായിട്ട് പറയാനായിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു.